ചൂരൽമലയിലെ പ്രധാന ലാൻഡ് സ്ലൈഡിംഗ് നടന്ന സ്പോട്ടിലേക്കാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഈ ഒരു സ്പോട്ടിലേക്ക് വരണം എന്നാണ് എൻ്റെ അഭിപ്രായം. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ടവറൊക്കെ പൊളിഞ്ഞടിന് ശേഷം ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടുത്തെ ടവറും കാര്യങ്ങളൊക്കെ. ആ ദുരന്തത്തിൽ ഈ സ്കൂളിൽ പഠിച്ച 49 കുട്ടികൾ അന്ന് മിസ്സിംഗ് ആണ്. ഇപ്പോഴും സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. എവിടെയാണ് എന്താണെന്നും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ദുരന്തത്തിൽ ക്ലാസ് മുറികളൊക്കെ ആകെ തകർന്നു. ഫുൾ ചളിയാണ് ഇപ്പോൾ ക്ലാസ്സിൽ കാണാൻ കഴിഞ്ഞത്. കുട്ടികൾ പഠിച്ചിരുന്ന 1982 ഈ ഒരു സ്കൂൾ ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് മാറിയത്. രണ്ടാൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നുകൊണ്ട് അന്ന് സ്വീപ്പായി മടങ്ങി ഞങ്ങൾ പറഞ്ഞു വെച്ചവരുന്ന്. ഇന്നിപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് യന്ത്രോ കാര്യങ്ങളൊന്നുമില്ല. ഞങ്ങളിപ്പോൾ നൈസായിട്ട് ഇങ്ങനെ കയറിയതാണ്. കണ്ടാൽ പിടിക്കും. ഇത്രയും ദൂരം നമ്മൾ എണ്ണ അടിച്ച് ദൂരം താണ്ടി പോകുന്നതല്ലേ. അപ്പം അതിനിങ്ങനെ ഈ ഒരു സംഭവം കണ്ടിട്ട് നമ്മൾ അല്ലാത്തൊരു ഇടങ്ങേറ് തന്നെയാണ്. നമ്മൾ ഈ വീഡിയോസിൽ കാണുന്നത് പോലെയൊന്നുമല്ല ഈ ഒരു സ്പോട്ടിലേക്ക് വരുമ്പോൾ ഇവിടുത്തെ ഒരു അവസ്ഥ. അത്രയും ഭയങ്കര ഒരു ഭയാനകമായൊരു സംഭവം നടന്നൊരു അവസ്ഥയാണ്. ഈ ഒരു ഭാഗത്ത് ചെറിയ കുട്ടികൾ 1ാം ക്ലാസ്സോ 2ാം ക്ലാസ്സോ ഒക്കെയാണ് തോന്നുന്നത്. കുഞ്ഞി ക്ലാസ്സാണ്, കുഞ്ഞി ബെഞ്ച്, കുഞ്ഞി എന്താ പറയുക മേശകളൊക്കെ. വലിയ വലിയ മുട്ടിയാളൊക്കെ വന്ന് അടിഞ്ഞിക്കണോക്ക. ഇതൊറ്റ മില്ലിൽ ചെന്നാൽ മതിയ വലിയ വലിയ ഹലാക്കിൻ്റെ കഷ്ണങ്ങൾ. പിന്നെ ഈ ബിൽഡിങ് തകരാതൊക്കെ ബിൽഡിങ്ങിൻ്റെ സൈഡൊക്കെ ഈ ഒരു ബിൽഡിങ് കാര്യങ്ങളൊക്കെ ആകെ തകർന്ന നിലയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. പല വലിയ വലിയ മുട്ടികളും മരങ്ങളും ഒക്കെ ചുറ്റുപാട്ടത്തുള്ള മരങ്ങളൊക്കെ ഇടിഞ്ഞ് തകർന്നാണ് ഈ ഒരു ഇതിമക്ക് വന്ന് പതിച്ചിട്ടുള്ളത്. അതുപോലെ ഈ ഒരു ഹാളൊക്കെ മൊത്തത്തിൽ തകർന്നു തന്നെ പറയാം. ഇനിയും ഈ ഒരു ഭാഗങ്ങളിലായിട്ട് 10-60ഓളം ആളുകളെ കിട്ടാണ്ടെന്നാണ് പോലും പറയുന്നത്. അതൊന്നുമല്ല ഔദ്യോഗിക കണക്ക്. പിന്നെ ഒരുപാട് ആളുകളൊക്കെ ഇനിയും കിട്ടാണ്ട്. പിന്നെ ആ കാണുന്ന സൈഡിലായിരുന്നു കുറേ ബംഗാളികളെ ക്വാർട്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തകർന്നു പോയി. അതൊക്കെ ഈ ഒരു സംഭവത്തിൽ അവരൊന്നും കാണാനോ ഒരു അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്തായാലും നമ്മൾ ഒരു വട്ടയിലൊക്കെ ഈ ഒരു ഭാഗം കാണണം കേട്ടോ. ഭയങ്കര ദയനീയമാണ് ഇവിടുത്തെ അവസ്ഥയും കാര്യങ്ങളൊക്കെ. ചെറിയൊരു തോടായിരുന്നു. ഈ തോടാണ് പൊട്ടിപ്പൊളിഞ്ഞ് ഈ ഒരു പരുവത്തിലായത്, തകർന്ന് അടിഞ്ഞു പോയത്. ആ ഭാഗങ്ങളിൽ നിന്നാണ് പൊട്ടിപ്പൊളിഞ്ഞ് പോന്നിട്ടുള്ളത്. ചെറിയൊരു പുഴ, പിന്നെ ഈ ഒരു സംഭവത്തിന് ശേഷം വലിയൊരു ഒരു പുഴയായി മാറി. രാഹുൽ ഗാന്ധി അന്ന് ഈ ഒരു സ്പോട്ട് സന്ദർശിച്ചതിന് ശേഷം 100ഓളം വീട് ഇവർക്ക് നിർമ്മിച്ചു കൊടുക്കുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതിപ്പോൾ എന്തായി എന്നൊന്നും അറിയില്ല. ഇവിടെ താമസിക്കുന്ന കുടുംബങ്ങളൊന്നും ഇപ്പോൾ ഇവിടെ താമസമില്ല. അവരൊക്കെ പല പല ഭാഗത്തേക്കായിട്ട് അവർ പോയി. കുടുംബങ്ങളിലേക്കും അല്ലാത്ത സ്ഥലങ്ങളും വാടകക്കൊക്കെ ആയിട്ട് അങ്ങനെ പോയി. ഏകദേശം സർക്കാർ ഇപ്പോൾ 6000 രൂപ കൊടുക്കുന്നുണ്ട് എന്നാണ് ഇവർ പറഞ്ഞത്. 300ഓളം ആളുകൾ ദിനം പ്രതി ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഈ സ്പോട്ട്. 6 മാസമായിട്ട് ഇവിടെ കറണ്ട് ഇല്ല. വെള്ളം കിട്ടില്ല. അതാണ് പറഞ്ഞത്. കറണ്ടില്ലല്ലോ അവിടെ. കറണ്ടില്ല 6 മാസമായിട്ട് കറണ്ടില്ല. അത് നമ്മളേ 2 പോരുമ്പോഴാണ് കുടിക്കറിയാ അല്ലേ. അപ്പൊ നിങ്ങൾ ഫോണൊക്കെ ഒന്ന് ചാർജ് ചെയ്യാം. വീട്ടിലുണ്ടല്ലേ, ഈ ഭാഗത്തില്ലാത്തുള്ളൂ അല്ലേ. ആ ശരി.